ഒരു 2 day ട്രിപ്പിന് പോകാൻ പറ്റിയ അടിപൊളി ഡെസ്റ്റിനേഷനാണ് കർണാടകയിലെ സകലേഷ്പൂർ. കുറച്ചും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടകിൻ്റെയും ചിക്കമാംഗ്ലൂരിൻ്റെയും ഒക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു 120 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാംഗ്ലൂർ എത്തും. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മജുറാബാദ് ഫോർട്ട്. അപ്പോൾ ഒരു ഫോർട്ടാണിത്, ടിപ്പു സുൽത്താൻ പണിതിട്ടുള്ള ഒരു ഫോർട്ടാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു ടോപ്പ് പോസ്റ്റിൽ വന്നിട്ട് ഒരു ടോപ്പ് നോക്കുകയാണ്. കിടിലം വ്യൂ ആണ്, ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ഇതൊരു സ്റ്റാർ ഷേപ്ഡ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡിസ്ക്രിപ്ഷൻസും ഡീറ്റെയിൽസും ഒക്കെ നമുക്കിതിന് തുടരെ അറിയാം. ഇപ്പം എന്തായാലും കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം ഇതിൻ്റെ മുകളിലെത്താനായിട്ട്. കാലുവേദനയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ വലിയ കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല, നമുക്ക് കയറാൻ പറ്റുന്ന ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ. നമ്മൾ കയറി കഴിഞ്ഞ് ഫ്രണ്ടിലെത്തി. ഇത് ആണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മളൊരു എൻട്രൻസ് ഫീസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പ്രത്യേകിച്ച് യാതൊന്നും ഉണ്ടായിരുന്നില്ല. കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു സ്ട്രക്ചർ ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത്. പക്ഷേ ഇവിടെ വെൽ ഡെവലപ്ഡ് ഒന്നുമല്ല. നമ്മൾ നേരത്തെ കണ്ടില്ല സ്റ്റാർ ഷേപ്ഡ്, അതുപോലെ ഒരു സ്റ്റാർ ഷേപ്ഡ് ആയിട്ടാണ് ഈ കോട്ട ഇരിക്കുന്നത്. 1792 ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഒരു കോട്ട. മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു മൈസൂർ കിങ്ഡം. ആ സമയത്ത് മറാത്താസും നിസാംസും തമ്മിൽ കൂടെ അറ്റാക്ക് ചെയ്യും എന്നൊരു ഭയം ഉള്ളത് കൊണ്ടും അതിനെ പ്രതിരോധിക്കാനും വേണ്ടി പണിത ഒരു കോട്ടയാണ്. ശരിക്കും മാംഗ്ലൂരിൻ്റെയും കൂർഗിൻ്റെയും നടുവിലുള്ള, അപ്പോൾ കൂർഗിൽ പോകുന്ന ആൾക്ക് വൺ ഡേ ഇത് പോയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതൊരു ഫ്രഞ്ച് ആർക്കിടെക്റ്റ് പണിതതാണ്. ഒരു ഫ്രഞ്ച് സ്റ്റൈലിലാണ് ഇതുള്ളത്. ശരിക്കും ഇതിന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് എന്നുള്ള അർത്ഥമാണ്. അതായത് മുഴുവൻ മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ. അപ്പം അത്ര പ്രൊട്ടക്റ്റഡ് അല്ല, നിങ്ങൾക്ക് കണ്ടാലറിയാം. പക്ഷെ ഇതിൽ നോക്കിയാലറിയാം, താഴോട്ടൊക്കെ അണ്ടർഗ്രൗണ്ടൊക്കെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് കയറി നോക്കാനും പോകാനും ഒക്കെ പറ്റും. ഞാൻ എല്ലാം കൂടെ ഒന്ന് കയറിയിട്ടൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ദ്വാരങ്ങളിലൂടെയൊക്കെ വലിഞ്ഞു കയറി നോക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ചെറുതാക്കി പിടിച്ച് ഇവിടെ ശരിക്കും മാറ്റുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണാം. ഇതിൻ്റെ ഉള്ളിലൂടെ അന്നത്തെ കാലത്ത് പട്ടാളക്കാര് ഒളിഞ്ഞിരുന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയാണെന്ന്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തോ? എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വന്ന് നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഏരിയ വെസ്റ്റേൺ ഗാട്ട്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രകൃതി സ്നേഹിക്ക് പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ വന്ന് കാണാനായിട്ട്. കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. പിന്നെ ഇതൊട്ടും പ്രൊട്ടക്റ്റഡ് അല്ല. എന്തുകൊണ്ടെന്നറിയില്ല കേട്ടോ. ഇതൊക്കെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം നല്ലൊരു സ്കോപ്പ് ഉണ്ട് ഇവിടെ ടൂറിസത്തിന്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇത്രയും നല്ലൊരു ഹിസ്റ്റോറിക്കൽ മോണമെന്റിന് അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. പല സ്ഥലത്തും എന്താ പറയുക, ആളുകൾ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സിസ്റ്റമാണ്. ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് അടുത്ത തലമുറയ്ക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി നിൽക്കും. ഭയങ്കര വിഷമം തോന്നി ഇത് വന്ന് കണ്ടപ്പോൾ. ഞങ്ങളുടെ ഒരു 1 day ട്രിപ്പ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഒത്തിരി വീഡിയോസുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നല്ലൊരു ഫോറസ്റ്റിൽ കൂടെ കുറച്ചധികം നേരം ഡ്രൈവ് ചെയ്ത് ദിസലെ വ്യൂ പോയിന്റ്. അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. വാട്ട്സ് ദ അപ്പോൾ ചീവീടിൻ്റെ ഒക്കെ ശബ്ദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നും നടക്കാമല്ല കേട്ടോ. മാക്സിമം 200 മീറ്ററേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും. അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് ഇവിടെ എത്തുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. കാടിൻ്റെ അകത്തുകൂടെ ആണ്. ഭയങ്കര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അങ്ങനെ ഭയങ്കര ഓവർ ക്രൗഡഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്.
അപ്പം ഇതാണ് വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഈ വ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു 2 മണിയായപ്പോഴാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ ഭയങ്കര കിടിലനായിരിക്കും. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ നിന്നു. എനിക്ക് ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസ് വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇതൊക്കെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് പലരും, പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ട്രക്കിംഗ് ഒക്കെ പോകാൻ പറ്റും കേട്ടോ. അതിന് പക്ഷെ നേരത്തെ പെർമിഷനൊക്കെ എടുക്കണം ഈ മലനിരകളിൽ കൂടെ. അപ്പം നമുക്കിനി ഈ കാണുന്ന റിഡ്ജ് പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സൈഡിൽ വീഴുന്ന വെള്ളം നേരെ പോകുന്നത് അറേബ്യൻ സീയിലേക്കും മറ്റടുത്ത് വീഴുന്നത് ബേ ഓഫ് ബംഗാളിലേക്കുമാണ്. അപ്പോൾ ശരിക്കും ഒരു അടിപൊളി അത്ഭുതം അല്ലേ ഇത്? അപ്രതീക്ഷിതമായി മഴ പെയ്തു. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ടില്ല, കുറച്ച് സമയം എടുത്താണെങ്കിലും നമ്മളവിടെ എത്തി. അതിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് മല്ലഹള്ളി വാട്ടർഫാൾ. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. നമ്മൾ നേരത്തെ പോയ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 17 കിലോമീറ്റർ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാം. നമ്മൾ ഈ വാട്ടർഫാൾസിൽ വന്നപ്പോൾ നമ്മളിവിടെ നിന്നാണ് കാണുന്നത്. ശരിക്കും നമ്മൾ താഴെ വരെ ഒരു ഏകദേശം 500 സ്റ്റെപ്സ് ഉണ്ട്. മഴയല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരെ പോയേനെ. എന്തായാലും ഒരു പ്രാവശ്യം കൂടി സ്ഥലത്ത് വരണം എന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അറിയില്ല എപ്പോൾ വരുന്നത്. ബട്ട് ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഈ വാട്ടർഫാൾസ് ഇഷ്ടമായോ? ഇവിടെ നിന്നിട്ടല്ല കേട്ടോ ഇത് കാണണ്ട, ശരിക്കും താഴെ പോയി നിന്ന് കാണണം. നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടൊക്കെ കുറച്ചും കൂടെ ഒന്ന് നടന്നു നോക്കി. പക്ഷേ ആദ്യമേ ഒരു വാർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു, മഴ പെയ്യുന്നുണ്ട്, വെള്ളം കയറും, അതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട്. സോ നമ്മളതങ്ങ് കേട്ടു. അവിടെ അങ്ങ് നിന്ന് എന്താ പറയുക, വിഷമത്തോടു കൂടി വീഡിയോ എടുത്തു. ഒരു അടിപൊളി സ്പോട്ടാട്ടോ കോഫി കുടിക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കുടിക്കും. അപ്പം ഞാൻ എന്തായാലും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ലെറ്റ്സ് സീ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല പാട്ടും ഒരു വൈബൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു 1 ഡേ ട്രിപ്പ് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ സകലേഷ്പൂർ ഒരു 2 ഡേയ്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. കുറേ വാട്ടർഫാൾസൊക്കെ ഇനിയും പോയി കാണാനൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മുടെ യാത്ര എന്തായാലും ഈ ഒരു കോഫിയൊക്കെ കുടിച്ച് അവസാനിക്കുകയാണ്. ഇപ്പം കൂർഗിൽ നിന്നൊരു 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പം നമ്മൾ കോഫി കുടിച്ച് നൈറ്റ് ആകുമ്പോഴത്തേന് വീട്ടിലേക്കുള്ള വഴിയിലാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.